Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amruthaveni KSFE, Bima Jewelers, Pankaj Kasturi Orthoherb and Kerala Bank. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നിങ്ങൾ തണുത്തിരിക്കണ പോലെ എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? എങ്ങനെയുണ്ട് നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, എല്ലാവരുടെയൊക്കെ കമന്റുകൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? എല്ലാവരും നന്നായിട്ട് പോണു. കാണുന്ന ഇതുപോലെ സജഷൻസും നല്ല കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സജഷൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ നല്ല വിഭവം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ഫസ്റ്റ് കിട്ടുന്നില്ല ചോദ്യം വരുന്നുണ്ട്. ഇത് കണ്ണാടി നോക്കി ചോദിച്ചാൽ കണ്ണാടി രാവിലെ എടുത്ത് നോക്കിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ രോദനമാണത്, ഞങ്ങളുടെ രണ്ടുപേരും പക്ഷെ നവീൻ ഒരു മിനിറ്റ് വരും പ്ലീസ്. നല്ല ഡ്രസ്, അതെ ഭംഗിയുണ്ട്. നല്ല ഒരു ഫോക്ക് അടിപൊളി അടിപൊളി. ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നല്ല തെയ്യം പറയട്ടെ. അല്ല ഞാൻ നല്ലതാ. അല്ല തെയ്യമെന്ന് എനിക്കറിയാം. കണ്ണൂർക്കാരന്റെ ഭർത്താവ്. അതെ കണ്ണൂർ. ഇതെവിടെ നിന്ന് വാങ്ങിച്ചു എന്നുള്ളത് ഞാൻ പിന്നെ ചോദിച്ചോളാം. ഞാൻ ചോദിച്ചു ഇത് എവിടെ കടയുടെ പേര് പറയണ്ട. നല്ലല്ലേ? നല്ലൊരു ക്ലാപ്പ് കൊടുത്തിട്ട് നവീൻ എവിടെ സൂപ്പർ. ഓ താങ്ക് യു സ്റ്റൈലിഷ് ആയിട്ട് നേരെ മുടമ്പുകളിലേക്ക് പോയി ചെറിയൊരു പിടിച്ചു. മീനച്ചി ഇത് മൈ ചോയ്സ് ആണോ? അല്ലടാ എഴുതിട്ട് കാണട്ടെ, പത്തൊരു കാണട്ടെ. കാണാൻ പറ്റിയ ഡ്രസ് ഒന്നും ഇല്ലെന്ന്. നന്നായിട്ടുണ്ട്. നല്ല ബെൽബോട്ടനാണല്ലോ വെച്ചിട്ട്. അല്ല ഇവരുടെ ഡ്രസ്സിൽ എന്തോ ഒരു അയ്യോ ഇത് ഭയങ്കര രസമുണ്ടായിന്ന്. ഞങ്ങൾ ഇത് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ റൂമിൽ ഞങ്ങൾ ചേഞ്ച് ചെയ്തോണ്ടിരിക്കുമ്പോഴോ ഇവിടെ ഒരു ഏട്ടൻ വാങ്ങി തന്ന പുതിയ ഡ്രസ്സാന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടൻ വാങ്ങിക്കൊണ്ടുവന്ന പുതിയ ഡ്രസ്സാന്ന് നോക്കി. അപ്പൊ ഞാൻ ആ കൊള്ളാല് വേഗം തന്നെ ഈ ടോപ്പൊക്കെ എടുത്തിട്ടു. അത് ഞാൻ താഴെ നോക്കിയപ്പോ ഇതെന്തോ, ഞാൻ പറഞ്ഞത് എന്തോണ്ട് സാധനോടി. അയ്യോ ഇതെന്താ ഏട്ടൻ എന്താ മേടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതപ്പോ ഞാൻ പറഞ്ഞത് എങ്ങനെ ഏട്ടനെ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞ് നേരെ പോണ റാപ്പ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇത് ഒരു പിടുത്തൂല, ഇത് എങ്ങനെ കേട്ടതെന്ന് മനസ്സിലാവണില്ല. ഇതെല്ലാം ചോദിക്കാൻ ഞെട്ടിപ്പോയത് ശരിക്കും പറഞ്ഞത്. പക്ഷെ ഏട്ടൻ വന്ന് ഉടുപ്പിച്ചു. സത്യമാണ്, ഏട്ടൻ ഉടുപ്പിച്ച് തന്നതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. സത്യം എനിക്ക് അറിയില്ല. അപ്പൊ ഏട്ടനും കൂടി വന്നോളൂ. നമ്മള് പല ടൈപ്പില് ഇപ്പൊ റാപ്പ് അറൗണ്ട് സ്കേർട്ടും പല ടൈപ്പിലുള്ള ഡ്രസ്സസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇത് ഓപ്പൺ പലാസോ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ്. ഓപ്പൺ പലാസോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ടൈ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിൽ നമ്മൾ എടുക്കാം. അപ്പോൾ കുഞ്ഞുമോക്ക് നോർമൽ ഡ്രസ്സിന്റെ ശീലത്തിന് ഈ ഫ്രണ്ട് ചെയ്യുമ്പോഴാണ് കാല് റിവീൽ ആകുന്നത്. ശരിക്കും ബാക്കിൽ നിന്ന് ഇത് ഫ്രണ്ടിലേക്കാ വരിക. അപ്പൊ ഇതിങ്ങനെ ബാക്കിലാക്കി അത് അപ്പൊ അത് വൃത്തി ശീലമില്ല എന്നുള്ളതേ ഉള്ളൂ. അത് പിന്നെ നമുക്കിപ്പോൾ ഒരു പുതിയ ടൈപ്പ് ഡ്രസ്സ് വരുമ്പം അത് യൂസ്ഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന ഈ 16 ടൈപ്പ് തന്നെ ആൾക്കാർക്ക് വലിയ കൗതുകം. ഇത് എവിടെ നിന്നാണ് കാല് കയറുന്നത്, ഇത് എവിടെയാണ് ഈ തുണി പോകുന്നത്, അത് രസമാണ്. അപ്പം അത് ഓരോ ഡ്രസ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി ഉണ്ടാവും. ഇപ്പോൾ ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്യുന്നത്, ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നത്. എറണാകുളത്തൊരു ടൈലറുണ്ട്, ഞാൻ തന്നെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ടിപ്പിക്കൽ കഫ്താൻ ടൈപ്പില് നോട്ടില്ലാതെ ഇവിടെ മറ്റേ കെട്ട് പോലത്തെ അങ്ങനെ ചെയ്യുന്ന. അപ്പൊ ഓരോന്നും നമ്മൾ അങ്ങനെ ചെയ്ത് അത് തന്നെ. അപ്പൊ ഇത് പഴയ ടൈപ്പിൽ നമുക്ക് ആ കെട്ടുന്ന ടൈപ്പ് ആകുമ്പോൾ അത് ഒരു പക്ഷേ വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ചൂസ് ചെയ്ത് കുഞ്ഞുമോളെ സുന്ദരിയാക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ട്രൈ ചെയ്യേണ്ടത്. ഒരുപാട് ഞാൻ ഉപയോഗിക്കാത്ത മീൻസ് ഇടാത്ത കുറെ കളക്ഷൻസ് എനിക്ക് കൊണ്ടുതന്നു. എനിക്ക് കറ്റും കൂടിയില്ല. ഞങ്ങളുടെ ടൈപ്പിൽ മടിസാർ കൊടുക്കുന്ന പറഞ്ഞാല് പുള്ളിക്കാർക്ക് വലിയ അത്ഭുതമായിരുന്നു. ഇത് എവിടെയാണ്, എന്ത് സാധനം, അത് അറിഞ്ഞൂടാ. എന്നിട്ട് ഏട്ടൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു. അത് കാല് വേഗം ഇടാലോ അതിന് വേണ്ടി സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു. അല്ലെങ്കിൽ മറ്റെങ്ങനെയൊന്നും അറിയില്ല. അത് ഉടുത്തിട്ട് തന്നെ നടക്കാൻ തന്നെ കുറച്ച് പാടായിരുന്നു.
ഇതാരായി വന്നിരിക്കണേ? അപ്സര ഇങ്ങ് വരൂ. അപ്സര അവിടെ ഇതെല്ലാം തിരിഞ്ഞു വന്ന് എനിക്ക് കണ്ടോണ്ട് മാറട്ടെ. ഇത് അപ്സരയാണോ ആദരാണോ? ആദര വരൂ. നമ്മൾ ഒരമ്മ പെറ്റതാ. അതെ അതെ രമേശിനെ കടന്ന് അമ്മ വെച്ചത്. ഏതാണ്? രമേശിന്റെ കടയിൽ നിന്ന് എന്നിട്ട് ആ തെണ്ടി പറഞ്ഞില്ല എന്റെ അടുത്ത് ഇവള് വാങ്ങിച്ചെന്ന്. ഏത് തണ്ടി? ആ രമേശ് രമേശ് ഇത് കാണണ്ട. രമേശ് നീ ഇത് കണ്ടോണ്ടിരിക്കാനാടാ? അതെ ഒരേ ഡ്രസ്സൊക്കെ എന്തിനാണ് തയ്പ്പിക്കുന്നത്? പക്ഷെ വിഷ്ണു അല്ല ഇത് കഴിഞ്ഞില്ല. ഇതിന് ടോക്ക് നടന്നോണ്ടിരിക്കുന്ന കൊല്ലു എല്ലാവർക്കും ചോദിക്കൂ. നല്ല ഭയങ്കര സൂപ്പർ. നാദ്ര നന്നായിരിക്കുന്നു, അപ്സരയും നന്നായിരിക്കുന്നു. നാദര എന്ത് ഡ്രസ് ഇട്ടാലും സുന്ദരിയാ. അല്ല നാദിയുടെ ഏറ്റവും ഭംഗിയുള്ള ആ കമ്മലും അതുപോലെ ആ ഡ്രസ്സിൽ വന്നിരിക്കുന്നത് കാണിക്കേ, കമ്മലൊക്കെ. ഡിസൈനില്ലേ അത് രണ്ടും ബ്ലൂ നന്നായിട്ടുണ്ട്. അല്ലേ? ബ്ലൂ ആ വള നല്ലതാ. വള നന്നായിട്ടുണ്ട്. സ്റ്റൈല്. ശരി ഇരുന്നോളൂ. എല്ലാം കൊള്ളാം. കാറ്റ് വാക്ക്. അപ്പോൾ എന്തായാലും ശരി, നമ്മൾ ഇനി കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല റെസ്പോൺസ് ആണെന്ന് അറിഞ്ഞ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നല്ല നല്ല പക്ഷേ അത് വിഭവം. ഏറ്റവും ഒരു കാര്യം പറയട്ടെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ നാളുകളായിട്ടേ സീരിയലിൽ ഇങ്ങനെ മാത്രം അഭിനയിച്ചിട്ട് അതൊരു നെഗറ്റീവ് ഷെയ്ഡ്സിലെ ക്യാരക്ടറും ഒക്കെ ചെയ്ത് സത്യം പറഞ്ഞാൽ മെന്റലി മനസ്സുകൊണ്ടൊക്കെ ഒരു ഭയങ്കര നമ്മളൊക്കെ വയസ്സായി മനസ്സിലൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഒരു എന്താ പറയുക ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഷോ തുടങ്ങിയ പിന്നുണ്ടല്ലോ നമുക്ക് മനസ്സിന് ഭയങ്കര ഈ ഒരു സമയം നടക്കണ ആ ഒരു 3 ദിവസം ഉണ്ടല്ലോ ശരിക്കും മനസ്സിന് എന്തൊരു സന്തോഷമാണ് അല്ലേ? നമുക്ക് താരോത്സവത്തിനൊക്കെ കിട്ടിയ പോലത്തെ ഉള്ള ആ ഒരു ഫീല് നമുക്ക് ശരിക്കും കിട്ടും. അല്ല കാരണം നമുക്ക് നമ്മളായി സത്യം. അപ്പൊ അങ്ങനെ നല്ലൊരു യങ് ഫീലാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ മനസ്സുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. എനർജി അങ്ങ് മാറിയില്ല. സത്യം. വൈബ് പിള്ളേരുടെ കൂടെ അങ്ങനെ നിൽക്കുന്നപ്പോ ഞാൻ എന്റെ ഏജ് ഒക്കെ മറന്ന് ഭയങ്കര അല്ല അതിനോട് നമ്മള് സാധാരണ നമ്മൾ സിനിമയിലാണെങ്കിലും സീരിയലാണെങ്കിലും നമ്മൾ വേറെ ആളായിട്ടാണ് നിൽക്കുന്നത്, വേറൊരു കഥാപാത്രം. നമ്മൾ കഥാപാത്രമായിട്ടാണ് നിൽക്കുന്നത്. ഞാനായിട്ടല്ലേ നിൽക്കുന്നത്. നമുക്ക് നമ്മളായി നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. സത്യം. മറ്റേ നമ്മുടെ ടെൻഷനാണ് നമ്മുടെ ക്യാരക്ടറിന്റെ കാര്യങ്ങളും ക്യാരക്ടറായിട്ടും ഒക്കെ വേറൊരു ലെവലിലല്ലേ നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ മാത്രമല്ലേ ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് എന്തൊക്കെ ടാലന്റ് ഉണ്ട് അതൊക്കെ നമുക്ക് പെർഫോം ചെയ്യാം. തീർച്ചയായിട്ടും. പാട്ടായാലും ഡാൻസ് ആയാലും കുക്കിംഗ് ആയാലും എല്ലാം പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ സീരിയലിലൊക്കെ കുക്ക് ചെയ്യുന്നത് കാണിക്കുന്ന പറഞ്ഞാല് പ്രൊഡക്ഷനിൽ കൊണ്ട് വെക്കും, ചൂടാക്കുന്ന സമയത്ത് നമ്മൾ പാത്രത്തിൽ തവി പോലും തൊടൂല, എന്നിട്ട് തവി ഇളക്കുന്ന പോലും വേറെ ആയാലും ചിലപ്പോൾ ഷോർട്ട് എടുത്തിട്ട് പോകും. ഇവിടെ നമ്മൾ തന്നെ കുക്ക് ചെയ്യണം, വേറെ നമ്മൾ തന്നെ അരിയണം, നമ്മൾ തന്നെ ചൂടാക്കണം, നമ്മൾ തന്നെ വെട്ടിച്ചെടുക്കണം, നമ്മൾ തന്നെ വിളമ്പണം. അതിന് ചീത്തയും കേൾക്കണം. എന്നിട്ട് ആ പഴി മൊത്തം കേൾക്കാൻ വേണം. സമ്മാനം മേടിക്കുമ്പോ കുഴപ്പമില്ലല്ലേ ഓരോരുത്തരും അല്ലേ? പക്ഷെ ഞങ്ങൾക്ക് പൊതുവെ ഈ പ്രേക്ഷകരൊക്കെ പറയുന്നത് ഭയങ്കര സഹതാപ ഷോ, നിങ്ങൾക്ക് കിട്ടാത്തിൽ ഞങ്ങൾക്ക് വിഷമം ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്കും തോന്നുന്നു. നിങ്ങൾക്ക് നാവ് പൊന്നായിരിക്കട്ടെ, കിട്ടട്ടെ. അതെ ആദ്യമായിട്ടെങ്കിലും പറഞ്ഞല്ലേ കിട്ടട്ടെ. ഇവിടെ കിട്ടല്ലേ 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 നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്ന് വിഭവം തയ്യാറാക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കണം. നമ്മൾ ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫിഷ് കൊണ്ടുള്ള എന്തെങ്കിലും. അപ്സര, നമുക്ക് ആദ്യം ഫിഷ് ചെയ്യാൻ ആരാ പോണ്ടേ? ഈ ആദ്യം ഇരിക്കുന്ന ആൾക്കാർ തന്നെ വിടാം. ദിവ്യയും ബീനച്ചി മാത്രം മതിയോ? അല്ല, അവരെന്തായാലും ഒരുമിച്ചല്ലേ പോകുള്ളൂ അല്ലേ? ഞാൻ കുഴപ്പമില്ല. അവരെന്തായാലും എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലേ? ചേച്ചി അവരെ പിടിച്ചു കഴിഞ്ഞു. അതെ. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3. Powered by Amrutaveni KSFE, Bima Jewelers, Pankaja Kasturi Ortho Herb and Kerala Bank. ഫിഷ് റൗണ്ട് ആണ്. ഫിഷ് റൗണ്ട് നമുക്കറിയാം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റൗണ്ടാണ് ഫിഷ് അല്ലേ? പിന്നെ എല്ലാവർക്കും ഫിഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, ജീവനാണ്. അതെ അതെ അതെ. അപ്പൊ നമുക്കിന്ന് ഞാൻ ഫിഷിന്റെ കാര്യം ഞാനും അവരോട് ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്തു. അപ്പൊ ഇവന്റെ നീ പറയണം. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു, ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്നവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഫിഷ് റൗണ്ട് വന്നപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഫിഷ് നിർവാണം ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫിഷ് മോളിയുടെ ഒക്കെ വേറെ ചെറിയ ഡിഫറൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫിഷ് നിർവാണം ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മുടെ നല്ല നെയ്മീൻ ഇതാക്കിയിട്ടുണ്ട്. അതിനെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും നാരങ്ങാ നീരും ഇട്ട് പെരട്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഷാലോ ഫ്രൈ വേണം.
നമുക്ക് ചട്ടിയിൽ റെഡിയാക്കാം. പരിപാടികൾ തുടങ്ങാം. നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങിയേക്കാം. ഓക്കെ, പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ 4 എണ്ണത്തിന് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ. സത്യം പറഞ്ഞാൽ എൻ്റെ വേറെ ഫേവറേറ്റ് ഫിഷിന്റെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ. ഭയങ്കര എനിക്ക് കയ്യടി കിട്ടുന്ന കുറെ മീനിന്റെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വെച്ചിട്ട് സാവധാനം ചെയ്യാം. ഞാൻ വെച്ചാൽ ഇവന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ല, ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. കേട്ടിട്ടുണ്ട് ഒരുപാട് ഫിഷ് നിർവ്വാണം. ടേസ്റ്റി അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ കൂടെ ആദ്യം എടുത്തു. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിഷിന്റെ ഏകദേശം ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. മതി. അത്ര മതി. അപ്പൊ നമ്മുടെ മെയിൻ മൺചട്ടിയിലുള്ള കുക്കിംഗ് ആണ് നമ്മുടെ മെയിൻ കേട്ടോ. അപ്പൊ നമ്മള് ചട്ടി വെച്ചു. ചട്ടിയിൽ നമ്മൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കണം. ചട്ടിയിൽ കുറച്ച് ഒഴിച്ചിട്ട് വാഴല വാട്ടിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ എടുത്ത് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് വെക്കണം. വരച്ച് വെച്ചിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിക്കണം. വീണ്ടും എണ്ണ ഒഴിക്കണം. ഇതിന്റെ ഉള്ളിൽ കിടന്നാണ് ഇനി കുക്ക് ചെയ്യാൻ പോണത് ഈ സാധനം. നമ്മുടെ ഈ വാഴലയുടെ ആ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടിയിട്ടാണ് ഇത് കുക്ക് ചെയ്യാൻ പോണത്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഫിഷിനെ പതുക്കെ എടുത്തിട്ട് ഉടയാതെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് നിരത്തി വെക്കണം ഇതിൽ. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ അത്ര അത് കുഴപ്പമില്ല. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നല്ല കട്ടി തേങ്ങാപ്പാലതാ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അതിലേക്ക് പച്ചമുളക് ഇങ്ങനെ അങ്ങോട്ട് കുറച്ച് എരിവിന് കുറച്ച് മതി. ഇതിന്റെ മെയിൻ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ദിസ് വൺ, ഇഞ്ചി. പച്ചമുളക് ഇഞ്ചി പൊടി നല്ല പൊടിയായിട്ട് അരിഞ്ഞത് കണ്ടോ. അതിന്റെ ഒരു ഫ്ലേവർ ശരിക്കും കിട്ടണം. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാ കൊത്തുകൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കണം. ഓക്കെ, അപ്പൊ അതും നമ്മളിത് അങ്ങനെ കുറച്ച് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. ഫ്ലേവർ ഇത് വന്നു കഴിഞ്ഞു നമ്മുടെ. ഇനി മെയിൻ സാധനം മാങ്ങ. ഈ മാങ്ങയുണ്ട്, അതും ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. ഇത്ര ഐറ്റം ഇതിൻ്റെ അകത്ത് നമ്മൾ ചേരും. ഓക്കെ, വേണ്ട. ഓക്കെ, ഇത്ര ഐറ്റം ചേർന്നു. പിന്നെ അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് വേപ്പില അതിന്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി നമ്മളിങ്ങനെ തൂക്കി കൊടുത്തു. തൂക്കി കൊടുത്തു. വേപ്പില ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഓക്കെ, നമ്മുടെ കറി കഴിഞ്ഞു. ഇനി തിളച്ചാൽ കഴിഞ്ഞു. ഇത് തിളച്ച് നമ്മൾ ഇത് കഴിഞ്ഞാൽ എന്തൊരു സിമ്പിൾ. ഞാൻ ഈ പേര് കേട്ടപ്പോ സത്യം തന്നെ ഫിഷ് നിർവ്വാണം എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോ ഞാൻ സത്യത്തിൽ ഞെട്ടിയിരിക്കണേന്ന്. ഭയങ്കര വലിയ സംഭവം എന്നൊക്കെ വിചാരിച്ചിരിക്കണേന്ന്. ഇത് പരിപാടി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. ഈ മാങ്ങയൊക്കെ അതിൻ്റെ അകത്ത് കിടന്ന് ഒന്ന് പിന്നെ മാങ്ങേന്റെ ഒക്കെ ഇതൊക്കെ ഇറങ്ങണം. സത്യം പറഞ്ഞാൽ ഇത്രയും കണ്ടോ സംഭവം കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് സെർവ് ചെയ്താൽ മാത്രം അത്രയ്ക്കും എളുപ്പമുള്ളൂ. പക്ഷെ ഇനി നീ എന്ത് വിചാരിച്ചു ഒരുപാട് സംഭവം സത്യമായിട്ട് ഞാൻ പറഞ്ഞു വിചാരിച്ചു ഭയങ്കര വലിയ സംഭവം. ഫിഷ് നിർവ്വാണം എന്നൊക്കെ പറഞ്ഞ പേര് കേട്ടപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഭയങ്കര സംഭവം. അതിന്റെ ഗ്രേവി മാത്രം മതി ചോറ് കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഗ്രേവി. ചേച്ചി, അപ്പൊ ശരിക്കും ഈ ഫിഷ് നിർവ്വാണയുടെ ഒരു കോമ്പിനേഷൻ എന്താ പറയുക? നമുക്ക് ചോറ് അല്ലെങ്കിൽ ഇപ്പൊ ചോറിന്റെ കൂടെ കഴിക്കാം. പിന്നെ അപ്പം നമുക്ക് വേണമെങ്കിൽ പുട്ടിന്റെ കൂടെ കഴിക്കാം, അപ്പത്തിന്റെ കൂടെ ഇടിയപ്പം, എന്തിനും നമുക്കിതൊരു കാര്യം ചെയ്യാം. അപ്പം കൂടി നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ചെയ്യാം. ഓക്കെ, അപ്പം കൂടി മേടിക്കാം നമുക്ക്. ഓക്കെ, അപ്പം ഫിഷ് നിർവ്വാണം. ഓക്കെ, അപ്പോഴേ നമുക്കിത് ഒരു 90% 10% ബാക്കി ചെറിയ ഫ്ലെയിമിൽ ഒരു ഇത്തിരി സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇതിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഞങ്ങളുടെ ഫിഷ് നിർവ്വാണ സെറ്റ്. അപ്പൊ ഓക്കെ, നമ്മുടെ ഫിഷ് നിർവ്വാണ റെഡിയായി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇതിന് സെർവിംഗ് ബൗളിലേക്ക് നമ്മൾ മാറ്റുന്നു. നമ്മൾ വളരെ സൂക്ഷിച്ചെടുക്കണം. ഗൈസ്, അപ്പൊ ഞങ്ങളുടെ ഫിഷ് നിർവ്വാണ റെഡിയായി. അപ്പൊ ഇനി ഞങ്ങള് ഷെഫ് നോക്കിയാൽ മാത്രം മതി. ഞങ്ങൾ സെറ്റ് ആയിട്ടിരിക്കുക.
അപ്പൊ കണ്ടോ എത്ര പെട്ടെന്നാണ് ഫിഷ് നിർവ്വാണം എന്ന് കേട്ടപ്പോ നിമിഷ നേരം കൊണ്ട് നവീൻ പേടിച്ചിരിക്കുന്നു. നവീൻ പറഞ്ഞു ഇത് ഭയങ്കര, ഞാൻ പറഞ്ഞു ഒന്നുമില്ലടാ ഞാൻ പറഞ്ഞു ആദ്യം ഫിഷ് നിർവ്വാണം എന്നിട്ട് ഞാൻ പറഞ്ഞു ഭയങ്കര പണിയാണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ കണ്ടപ്പോഴാണ് മനസ്സിലായത് നിമിഷ നേരം കൊണ്ട് ബീന ചേച്ചി ഞങ്ങൾ 2 അടിപൊളിയാക്കി. അപ്പവും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അത് കൂട്ടി നമുക്ക് അവിടെ സെർവ് ചെയ്യാം. സെർവ് ചെയ്യാം. ഓക്കെ ഓക്കെ ബൈ. ബൈ. ഹലോ തുടങ്ങിയില്ലെന്നാ കഴിഞ്ഞത്. അല്ല എന്നാലും കാര്യങ്ങൾ എന്താ പറഞ്ഞത് തുടങ്ങിയില്ലെന്ന് ആ ചോദ്യം ഞങ്ങളോട് ചോദിക്കരുത്. ആള് മാറിപ്പോയി. പ്രോയാണ് പ്രോ. അതെ ആള് മാറിപ്പോയി. അനീഷേട്ടാ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്ന ഫിഷ് നിർവാണ. അപ്സര ഫിഷ് നിർവാണ ഉണ്ടാക്കുന്നത് കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കിയേ. ചോദിക്കാൻ കൈയാണിക്ക് ഞാൻ വിചാരിച്ചു അനീഷേട്ടാ. അനീഷന് എന്റെ കൈ നല്ലതാണോടാ? കഴുകിയോടാ നീ കൈയൊക്കെ? ഫുൾ അഴുക്ക്. ഞാൻ കഴുകിയിട്ട് എപ്പോഴും പോകാറില്ല, കാരണം എന്തായാലും നിങ്ങൾ ഇവിടെ നിന്ന് കഴിക്കേണ്ടി വരും. എങ്ങനെയുണ്ട്? അലിഞ്ഞു പോണു. നെയ്മീൻ. അതെ 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 നെയ്മീൻ. നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ നെന്മീൻ. അതെ നെമ്മീനാണ് നമ്മൾ ഫിഷ് നിർവ്വാണം വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഇത്തിരി തരില്ലല്ലേ നിങ്ങള്? ഇനി ഇനി തരില്ലല്ലോ. നമുക്ക് അവിടെ തരാം. ഇല്ല, ഇനി അവിടെ അവിടെ ഷെഫ് നിങ്ങൾക്ക് ടേസ്റ്റ് കഴിക്കാൻ ചെയ്തിട്ട് പറ്റുമല്ലോ. ഹലോ അപ്പൊ ഇത്തിരി അപ്പവും കൂടി തരാം. കേക്ക് 2 4 അപ്പം തരാം. വലിയ പീസ് ഉണ്ട്. 4 വലിയ പീസ് നല്ല മുണ്ടൻ 4 പീസ്. മുഴുത്ത ഒരു പീസ്. ഫീസ് ഷെഫിന്, ഒരു പീസ് നിങ്ങൾക്ക് ഒന്ന് അപ്സരയ്ക്ക്, ഒന്ന് അപ്സരയ്ക്ക്, 2 എണ്ണം എനിക്ക്. 2 എണ്ണോ? അയ്യോടാ. ഒരെണ്ണം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ. ഓക്കെ എന്നാലും കുഴപ്പമില്ല. പക്ഷെ അനീഷേട്ടാ ആദ്യം ഫിഷ് നിർവ്വാണം കേട്ടപ്പോ നമ്മളൊന്ന് ഞെട്ടിട്ടോ. പക്ഷെ ഇവൻ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പൊ ബീന ചേച്ചി എങ്ങനെ അത് ചേച്ചി അത് എളുപ്പ പരിപാടി നിർവ്വാണെന്ന് വെച്ചാൽ ആദ്യം എടുക്കണ്ടേ. വെറുതെ നെയ്മീനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തു. ഇത് നമ്മൾ ഫ്രൈ ചെയ്യണ പോലെ മഞ്ഞമുളകും ഉപ്പും കുരുമുളകും ഒത്തിരി നാരങ്ങ നീരും കൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് 4-5 മിനിറ്റ് നേരെ ചട്ടിയിലേക്ക് ഒരു ഇല വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് ഈ നിർവ്വാണയും ഞങ്ങളുടെ എടുത്ത് മീനി എടുത്ത് വെച്ചിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് കുറച്ച് മാങ്ങയും കുറച്ച് തേങ്ങാക്കുത്തും ഒരു ഇത്തിരി ഇഞ്ചിയും ഇത്തിരി പച്ചമുളകും ഇട്ട് വേപ്പല ഇട്ടാൽ നമ്മുടെ നിർവ്വാണ റെഡി. സെറ്റ് ഇത്രയേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. പേര് കേൾക്കുമ്പോ ഭയങ്കര സംഭവം. ചേരുമ്പടി ചേർക്കുകയും അതെ ചേരേണ്ടത് ചേരുകയും ചെയ്യുമ്പോ മാത്രമേ അത് എക്സാക്ട് അതാവും. ഇതാണ് ഉപമയിലാടാ ഉൽപ്രേക്ഷ ഒന്നിനൊന്നോട് സാധനം ഉപമയാമത്. അതെ അപ്പൊ ശരി താങ്ക് യു. അയ്യോടി. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നമുക്ക് അംഗക്കളത്തിൽ കാണാം, പോർക്കളത്തിൽ വെച്ച് കാണാം. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrutaveni Kesafi, Bima Jewelers, Pankaja Kasturi Ortho Herb and Kerala Bank. ഫിഷ് നിർവാണ എന്ന് തന്നെയാണ് പേരിട്ടിരിക്കുന്നത്. അതെ ഓക്കെ ചേച്ചി എന്തുകൊണ്ടാണ് ഈ ഡിഷ് സെലക്ട് ചെയ്യാൻ കാരണം? ഇവൻ ഇതുവരെ കഴിച്ചിട്ടില്ലാന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞേ ഞങ്ങൾ ഫിഷ് വന്നപ്പോൾ പറഞ്ഞു ചേച്ചി ഞാൻ ഈ ഫിഷ് നിർവ്വാണ കഴിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് ഞാൻ പിന്നെ ഷെഫ് പിള്ള് സാറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം എടുത്തപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഉണ്ടാക്കുമോ? ഞാൻ ട്രൈ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു കോമ്പറ്റീഷന് വേണ്ടിയല്ല ഉണ്ടാക്കിയത്, താങ്കൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. ഒരിക്കലല്ല. ഫിഷ് നിർവ്വാണയുടെ മേക്കിംഗ് പ്രോസസ് ആദ്യം ഫിഷിന് നെയ്മീനാണ് എടുത്തത്. അതിനാദ്യം തന്നെ കുരുമുളക്, മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ജിഞ്ചറും കൂടി ഇട്ടിട്ട് അതിനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് ജസ്റ്റ് ഒരു 3-4 മിനിറ്റ്സിൽ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു ചട്ടിയിൽ ആദ്യം എണ്ണ ഒഴിച്ച് അതിൻ്റെ മുകളിൽ വാട്ടി ഇല വെച്ചു. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മീൻ അതിലേക്ക് വെച്ചിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു. അതിലേക്ക് തന്നെ ചെറിയ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മാങ്ങ അരിഞ്ഞിട്ടത്, ഇഞ്ചി. മാങ്ങ അരിഞ്ഞിടണം എന്നുള്ളത് നിർവ്വാണയുടെ റെസിപ്പിയിലില്ല. നമ്പർ 1 അതൊന്ന് ചെക്ക് ചെയ്യണം. അല്ല പുള്ളിയുടെ ഇത് കണ്ടിട്ട് തന്നെ ഞാൻ എടുത്തു. അപ്പോൾ അതിൽ പുള്ളി മാങ്ങ, തേങ്ങാക്കൊത്ത്,
പിന്നെ വേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് കുരുമുളക് പൊടിയും ഇട്ടിട്ട് പിന്നെ അടിസ്ഥാനപരമായ ഫിഷ് നിർമ്മാണ വളരെ സിമ്പിൾ പ്രോസസ്സിലാണ് ചെയ്യേണ്ടത്. സിമ്പിൾ തന്നെയായിരുന്നു, നമ്പർ വേറൊന്നും 1 ഉണ്ടായില്ല. ഒന്ന് തവ ഫ്രൈ ചെയ്യുക, ഈ പറഞ്ഞ കണക്ക് പച്ചമുളക് സഹിതം നീളത്തിന് കീറിയാണ് പുള്ളി ഇടുന്നത്. അല്ല, പക്ഷേ ഇതെല്ലാം പുള്ളി ചെയ്ത സെയിം സാധനം ഞാൻ ചെയ്തതാ. ഷെഫ് പിള്ളയുടെ അത് കണ്ട് നോക്കിയിട്ട് സെയിം ചെയ്തു ഞാൻ അറിയുന്നത്, കാരണം എനിക്ക് പുള്ളി ഒരു മാങ്ങ ഇടൂന്ന് എനിക്കും സംശയമുണ്ട്. അല്ല, പക്ഷെ അതിട്ടുണ്ട്. നിർവ്വാണ ആണെങ്കിൽ പോലും നോ പ്രോബ്ലം, ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യാം, പക്ഷെ എന്നിട്ട് നമുക്കത് ജസ്റ്റിഫൈ ചെയ്യാം. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത്രയും ക്ലൗഡഡ് അല്ല, കരിവേപ്പിലൊക്കെ വെൽ ക്ലൗഡഡ് ആണ്, അതാണ് ഒരു വിഷയം. പുള്ളി അങ്ങനെ തന്നെ ഇട്ടിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതങ്ങനെ വേണമെന്ന് വിചാരിച്ചിട്ട് 3-4 തണ്ട് ഇങ്ങനെ എടുത്ത് എൻ്റെ മേളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്ത് കണ്ടത്. അപ്പം ഞാൻ പിന്നെ അത് തന്നെ ഒന്ന് ഫോളോ ചെയ്തു എന്ന് മാത്രം. അത് മാറ്റി നമ്മൾ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. നിങ്ങളാരും വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ നിർവ്വാണ കഴിച്ചിട്ടുള്ളതായിട്ട്? ഞാൻ കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചതിൽ ഈ മാങ്ങയും തേങ്ങാക്കൊത്തും ഇല്ലായിരുന്നു. അതാ ഞാൻ ഒന്നുകൂടെ ചോദിച്ചത്. തേങ്ങാക്കൊത്തും ഇല്ലെന്നാണ്. പക്ഷെ പുള്ളി ഇത് അങ്ങനെ പറഞ്ഞിട്ട് അത് ഇഞ്ചി, ഇട്ടു. പച്ചമുളക്, കറിവേപ്പില, തേങ്ങാപ്പാല്. അതിന്റെ ആ ഒരു കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ മാങ്ങയും തേങ്ങയും ഇല്ലായിരുന്നു. മാങ്ങ തേങ്ങ ഞാൻ കഴിച്ചിട്ടില്ല. ബേസിക്കലി നിർവ്വാണയ്ക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്, ബേസിക്. നമ്മളെ ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റ് ഉണ്ട്. പിന്നെ അത് ആലങ്കാരികമാക്കുക എന്നുള്ളത് ഓരോ ഷെഫന്മാരുടെയും. ബേസിക്കലി നിർവ്വാണ എന്ന് പറയുന്നത് തേങ്ങാപ്പാലിൻ്റെ ഒരു മാജിക്കാണ്. അപ്പോൾ തേങ്ങാപ്പാൽ വേണം നമുക്ക് ഓർമ്മയായിട്ട് കൊണ്ടുപോകാനുള്ളത്. നമ്മളൊരു ഫിഷ് തവ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന കണക്ക് ഓയിലൊക്കെ ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് നീളത്തിന്, ഇഞ്ചിയൊക്കെ നീളത്തിന് തിൻ ലൈൻ പോലെ ജുനൈൽ പോലെ കട്ട് ചെയ്തിട്ട്, അതേപോലെ തന്നെ പച്ചമുളക് കീറിയിട്ട് അതിനെ തിളപ്പിച്ച് എടുക്കുന്നതാണ് ഈ സംഭവം. ഇതിപ്പോൾ നന്നായ ഒരു ഡിഷ് തന്നെയാണ്. ഞാൻ എന്താ പറഞ്ഞത്, ബേസിക്കലി അദ്ദേഹത്തിൻ്റെ ഒരു റെസിപ്പി എൻ്റെ ഒരു ഷെഫ് എന്ന രീതിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തെടുത്തിരിക്കുന്ന, പുള്ളിയിൽ നിന്നും പഠിച്ചെടുത്തിരിക്കുന്ന ഒരു കാര്യം തേങ്ങാപ്പാലിൽ ചെയ്യുന്ന ഒരു ഡിഷാണ്. അതിൻ്റെ ഫാദർ അല്ലെങ്കിൽ അതിൻ്റെ മദർ എന്ന് പറയുന്നത് ബേസിക്കലി അല്ല, ഞാൻ പറഞ്ഞത് അതാണ് മുമ്പോട്ട് നിൽക്കുകയും അപ്പവും ആ തേങ്ങാപ്പാലും ആ ഫിഷും കൂടെ കഴിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലിക്വിഡ് ആയിരിക്കും. ഇതിനകത്ത് 2 ഫിഷ് കൂടി പോയതാണ്. 4 ഫിഷ് 2 ഫിഷിൻ്റെ ആവശ്യമുള്ള. മാത്രമല്ല നമ്മൾ ഈ കരിവേപ്പിലയാണെങ്കിലും നമ്മൾ ഓവർ പവർ ചെയ്യാൻ പാടില്ല, നമ്മൾ ന്യൂട്രലൈസ് ചെയ്യണം. ഡിഷിനകത്ത് കുറ്റം പറയാനായിട്ട് ഡിഷ് മോശമായി പോയെന്നോ ഡിഷിന് രുചിയില്ലെന്നോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ആൾക്കാർക്ക് കഴിച്ചാൽ ഇഷ്ടപ്പെടും. പക്ഷേ ആ നിർവ്വാണ എന്ന് പറഞ്ഞിപ്പോൾ 80% ആൾക്കാർക്കും ഒരു ഫുട്ബോൾ എന്ന് പറയുമ്പം ഒരു വെള്ളപ്പന്ത് ഇല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പന്തെന്നാണ്. പക്ഷെ പല കളറിൽ ഫുട്ബോൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിർവ്വാണയ്ക്ക് ഒരു ബേസിക് ആത്മാവുണ്ട്, എല്ലാവരും കഴിച്ചിട്ടുള്ള എല്ലാവർക്കും സുപരിചിതമായ ഒരു ആത്മാവുണ്ട്. അതിനെ വെച്ച് സംസാരിച്ചെന്നേ ഉള്ളൂ. വെള്ളച്ചേട്ടന് പലതും ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ക്യാരറ്റ് അരച്ച മീൻകറി ചെയ്യുന്നുണ്ട്. ക്യാരറ്റ് അരച്ച ആരെങ്കിലും മീൻകറി വയ്ക്കുമെന്ന് വെച്ചാൽ ഞാൻ വയ്ക്കും. മനസ്സിലായില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റെസിപ്പികളാണ്. താങ്ക് യു. ഡിഷ് ഡെലീഷ്യസ് ആണ്, കഴിച്ചു നോക്കുക. ഓക്കെ, മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 Powered by Amrutaveni KSFE, Bima Jewelers, Pankaja Kasturi Ortho Herb and Kerala Bank. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഫിഷ് റൗണ്ടാണ്. അപ്പോൾ ആ ഫിഷ് റൗണ്ടിനകത്ത് കുറച്ചൊരു ഡിഫറൻസ്, കൊങ്കൺ കോസ്റ്റ് മാംഗ്ലൂർ ഏരിയയിലുള്ള ഒരു മീൻകറിയായിട്ടാണ് വന്നിട്ടുള്ളത്. പൊതുവേ മീൻകറി അല്ലെങ്കിൽ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ കുഞ്ഞുമോളാണ് എല്ലാവരും പ്രതീക്ഷിക്കുക. ഒരു ചെറിയ ഡിഫറൻസ് ആവാം. ഇന്ന് ഞാൻ മീൻകറി ഉണ്ടാക്കാം, ഏട്ടൻ മീൻകറി ഉണ്ടാക്കും. ഇന്ന് ആസ് യൂഷ്വൽ ഏട്ടൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം പക്ഷെ അതിലൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ മാംഗ്ലൂർ ഏരിയയിൽ നീർദോശയുടെ കൂടെയാണ് ശരിക്കും മീൻകറി കഴിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഫ്രഷ്നെസ്സും ആ നീർദോശയുടെ ആ സോഫ്റ്റ്നെസ്സും അതിൻ്റെ ഒരു രുചിയും എല്ലാം ഇന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം നീർദോശ നിങ്ങൾക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എപ്പിസോഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം മാംഗ്ലൂർ ഫിഷ് കറി അതെങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം നീർദോശ ഞാൻ ഉണ്ടാക്കും, ഫിഷ് കറി ഏട്ടൻ ഉണ്ടാക്കും. നീർദോശക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പച്ചരി സാധാരണ അറിയാലോ, നേരത്തെ കുതിർത്ത് വെക്കുക.
പിന്നെ ചോറ്, തേങ്ങ, ഉപ്പ്, സവാള, ഇതാണ് നീർദോശക്ക് വേണ്ടുന്ന സാധനങ്ങൾ. അപ്പം ഞാൻ ഏട്ടൻ ഇത് മീൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റാക്കുമ്പോഴത്തേനും ഞാൻ ഇതൊക്കെ ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു 5 or 6 ചുവന്ന മുളക് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ ഫ്ലേവേഴ്സ് ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ചുവന്ന മുളകിൻ്റെ ഞെട്ട് പൊട്ടിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊന്ന് വറുത്തെടുത്ത് നമ്മൾ മാറ്റുകയാണ്. ഇനി അടുത്ത ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മല്ലി, അതിൻ്റെ കൂടെ കുരുമുളക്, അതിൻ്റെ കൂടെ കുറച്ച് ഉലുവ, അതാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് അതിൻ്റെ ആ ഒരു ഫ്രേഗ്രൻസ് വരുന്നവരെ ഒന്ന് ചൂടാക്കണം. ചെറിയ ചൂടിലാണെങ്കിൽ നല്ലത്. ഉലുവ അതിൻ്റെ ഒരു കയ്പ്പ് കിട്ടും, ആ ഉലുവയുടെ കയ്പ്പ്. കുരുമുളക്, ജീരകം. അപ്പോൾ ഒരു ചുവന്ന ചമ്മന്തിയും നീർദോശയും. വെജിറ്റേറിയൻസ് ആയ എനിക്ക്. ഇനിയിപ്പോൾ നോൺ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നല്ല മാംഗ്ലൂർ ഫിഷ് കറി. നീർദോശക്കുള്ള മാവ് റെഡി. ഇതാണ്. ഓക്കെ, അപ്പോൾ നീർദോശയ്ക്ക് എന്തായാലും തൊടാനുള്ള ഫിഷ് കറി റെഡിയാക്കണ്ടേ? അത് വേണം. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞു. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത സ്പൈസസ് എല്ലാം തണുത്ത് കഴിഞ്ഞു. 1 കപ്പ് തേങ്ങ, അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് സവാള ഇടുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി. അപ്പോൾ ഇത് അരച്ചെടുക്കാം, കുറച്ച് വെള്ളം വേണം. അത് അരയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചട്ടി അടുപ്പിൽ വെക്കാം, കാരണം ഈ അരപ്പ് ഇനി ചട്ടിയിൽ വേകാനാണ് പോകുന്നത്. ഒറ്റക്ക് വഴി തെറ്റി വന്നു. ആണോ? അനീഷേട്ടനെവിടാ? അനീഷേട്ട അപ്പുറം ഇപ്പുറം എന്തോ കറങ്ങി കിടക്കണം. പിന്നെ ഞാൻ നോക്കില്ല, മീനായതുകൊണ്ട് എനിക്ക് എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഞാൻ ഭയങ്കര എന്താ പറയാ സീ ഫുഡ് ലവറാണ്. മീനെന്ന് കേട്ടപ്പോഴേ എനിക്കങ്ങ്. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരായതുകൊണ്ട് അനീഷേട്ടനെ വിളിക്കാതെ ഒറ്റയ്ക്ക് പോരാന്ന് വിചാരിച്ചു. എന്താ ഇന്ന് ഉണ്ടാക്കണേ? ഇന്നിപ്പോ ഞാൻ എന്റെ വക ഒരു നീർദോശ ഉണ്ടാക്കുന്നുണ്ട്. ഏട്ടൻ ബാംഗ്ലൂർ ഫിഷ് കറി. ഫിഷ് കറിയാണ്. ശരിക്കും അതിന് അവർ പറയുന്നത് ഫിഷ് പുളിമുഞ്ചി എന്നാ പറയാ. പുളിമുഞ്ചി എന്ന് പറയുന്നത് പുളി കൂട്ടിയിട്ടുള്ള ഒരു കറി. അപ്പം മാംഗ്ലൂരിൽ കൂടുതലും നമ്മൾ കൊങ്കൺ കോസ്റ്റ് ആയത് കാരണം നമുക്ക് കാണാൻ പറ്റുന്ന തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പം നമുക്ക് തേങ്ങ അരച്ചിട്ട് കേരളത്തിൽ നമ്മുടെ ഫിഷ് മൂയിലി പോലെ അങ്ങനത്തെ കുക്കിംഗ് ആണ് ഉണ്ടാവുക. പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിൽ നമ്മുടെ ഫ്ലേവേഴ്സിൽ കുറച്ച് വ്യത്യാസം വരുന്ന എവിടെയെന്ന് പറഞ്ഞാൽ കറിവേപ്പിലയില്ല. കോക്കനട്ട് ഓയിലുണ്ട്, കോക്കനട്ട് ഉണ്ട്, പക്ഷേ അതിൻ്റെ ഫ്ലേവേഴ്സിൽ ചെറിയ വ്യത്യാസവും വരും. കളറിലും ചേഞ്ച് ഉണ്ടാവും. നമ്മള് സാധാരണ വറുത്തരച്ച് തേങ്ങ വറുത്തരക്കല്ലോ, ഈ മല്ലി വറുത്തരക്കുമ്പോൾ നമ്മൾ ഇത് മുഴുവൻ മല്ലിയാണ് വറുത്തത്. അപ്പൊ ഒരുപാട് നമ്മൾ ചോക്ക വറക്കും, പിന്നെ തേങ്ങയും കൂടി അതിനകത്ത് ഇട്ടിട്ട് നല്ലോണം മൂപ്പിക്കും. ഇത് അതുപോലെ ചെയ്തില്ല. പച്ച തേങ്ങ അങ്ങനെ തന്നെ ഇട്ടു. പിന്നെ വറ്റൽമുളക് മൂപ്പിച്ചെടുത്തു. അത് പിന്നെ മുഴുവൻ മല്ലിയും കൂടി മൂപ്പിച്ചെടുത്തു. അതിലേക്ക് പച്ച തേങ്ങയാണ് ഇട്ടത്. അപ്പൊ അതിന്റെ കളറ് വേറൊരു കളർ. ഞാൻ പറഞ്ഞുതരാം, നീ ഇതിന്റെ പേര്. ആവോലിയാണോ? ഇതാണ് ആവോലി. എന്തിട്ടാ ഇത്? പോംഫ്രെറ്റ് ആണ്. പോംഫ്രെറ്റ് ആണ്. അതിന് ആവോലി തന്നെ. അയ്യോ, നമുക്ക് എനിക്ക് എന്റെ കാര്യമൊക്കെ അറിയാം. ഞാൻ അത്യാവശ്യം കുക്കിംഗ് ചെയ്യും. പിന്നെ ഞാൻ ഭയങ്കര സീ ഫുഡ് ലവറാ. അപ്പൊ എനിക്ക് അത്യാവശ്യം മീനുകളൊക്കെ അറിയാം. ഈ ദോശ ശരിക്കും ഇതിനോട് നിങ്ങൾ എക്സാക്ട് ഇതിനോട് കോമ്പിനേഷൻ കഴിക്കുന്നതാണോ? അതെ, മീനിന്റെ കൂടെ ദോശ നല്ല ടേസ്റ്റ് ആയിരിക്കും. മീൻകറിക്ക് ദോശ നല്ല ടേസ്റ്റ്. ഇത് വീട്ടിൽ ഏട്ടന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി തന്നപ്പോ എനിക്കിഷ്ടമായി. എല്ലാവർക്കും ഓരോ ടേസ്റ്റാണ്, പക്ഷെ എനിക്കിഷ്ടമായി. ദോശ ആവാറായോ? ഇല്ലടാ, ദോശ മീൻകറി ആക്കിയതിന് ശേഷം ആക്കാന്ന് വിചാരിച്ചു. അല്ലാതെ തരൂല. ഇത് പൊള്ളിക്കുന്ന വല്ല ഐഡിയ ഉണ്ടോ? അല്ല, അതിനൊന്നും ഇപ്പൊ നിന്നിട്ട് വലിയ കാര്യമില്ല. ഇല്ലടാ, ഇത് ഇതിനകത്ത് തട്ടി നമുക്ക് എല്ലാവർക്കും കൂടി ദോശ കൂട്ടി കഴിക്കാം. ആണോ? കാരണം നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ കുക്കിങ്ങില് നിങ്ങളുടെ അട കഴിച്ചിട്ട് നല്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ എനിക്ക് വന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് അതല്ല, എല്ലാരതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു കുറ്റം പറയാനില്ല. അപ്പൊ ഇന്നും എല്ലാരും നല്ലതാവട്ടെ. ഉഷാറായിട്ട്. നാവ് പൊന്നാവട്ടെ, പൊന്നാവട്ടെ, പൊന്നാവട്ടെ. പപ്പായാണോ? അല്ല, അത് വള്ളവാ. നീ എടുത്ത് തിന്നല്ലേ? ചോദിച്ചിട്ട് ആക്ച്വലി പപ്പായ എന്ന് വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി വന്നതാ. ഇത് ക്യാരറ്റിന് അങ്ങനെ ആക്കിയതാണോ? വെള്ളമാക്കിയത് ആക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ പകുതി പഴുത്തിട്ടുള്ള പപ്പായ ഇല്ലേ? അതല്ല. ഞാനൊരു സത്യം പറയട്ടെ, ഇത്
ഇത് പപ്പായ അല്ലായിരുന്നല്ലേ? ഞാൻ പപ്പായ അല്ല, അത് ക്യാരറ്റാ. അല്ല ഒന്നിട്ട് പറഞ്ഞേ. ഞാൻ പപ്പായാന്ന് വിചാരിച്ചിട്ട് ഒത്തിരി സമയം അപ്പൊ നിന്ന്. ഇത് കട്ട് ചെയ്ത സമയത്ത് എവിടെയായിരുന്നു? ഞാൻ കണ്ടില്ലായിരുന്നു. അരയ്ക്കാൻ ഞാൻ പോയി. അരക്കാൻ പോയി. ആണ്ടാ മിടുക്കാ. ഇത്ര നേരം കൂടെ ഇത്ര നേരം ഉണ്ടായിരുന്നിട്ട് ഇത് പപ്പായാന്ന് വിചാരിച്ചിട്ട് സത്യം ഇത് പപ്പായ പോലെ ഇല്ലേ നോക്ക്. ഞാനതാ പറഞ്ഞത്. ഞാൻ ചേച്ചി. ഞാൻ സത്യമായിട്ട് എനിക്ക് നീർദോഷം വേണ്ടേ, ഞാൻ അരക്കാൻ പോയതാ. എന്തായാലും ഉഷാറാവട്ടെ. പിന്നെ ഇതെല്ലാം അവിടെ ഇവിടെ പഠിച്ചിട്ട് വേണം അങ്ങോട്ട് വരാൻ. ചിലപ്പോൾ ദിവ്യ ചേച്ചിയോട് എനിക്ക് ചോദിക്കണം ഇൻഗ്രീഡിയൻസ് ഒക്കെ. അപ്പൊ എല്ലാം മനസ്സിലാക്കി പഠിച്ച് ഉഷാറായിട്ട് വരണം. ഡൺ ഡൺ. എല്ലാം ഞാൻ തെറ്റിക്കും, നീ പൊക്കോ. ശരി, തെറ്റിക്കും, പൊക്കോ. അപ്പോൾ മീൻകറി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അരപ്പ് നമ്മൾ വെള്ളം ഒഴിച്ച് അതിനെ തിളയ്ക്കാൻ വെച്ചു. അതിൻ്റെ കൂടെ നമ്മൾ കീറിയ പച്ചമുളകും സവാളയും, ചെറുതായിട്ട് അരിഞ്ഞ സവാളയും അതൊന്ന് നന്നായിട്ടൊന്ന് കുക്കാവണം. നമ്മുടെ കൊങ്കൺ കോസ്റ്റിൽ അവിടെ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഭാഷ കൊങ്കണിയാണ്, എല്ലാവർക്കും അറിയാം. കൊങ്കണി ഭാഷയ്ക്കുള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലിപിയില്ല. നമ്മൾ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ എഴുതും, മഹാരാഷ്ട്രയിലാണെങ്കിൽ മറാഠിയിൽ എഴുതും, കർണാടകയിലാണെങ്കിൽ കന്നഡയിൽ എഴുതും. അപ്പോൾ ഈ കേരള, കർണാടക, മഹാരാഷ്ട്ര, ഗോവ വരെയുള്ള ആ ഏരിയ മുഴുവനും ഈ കൊങ്കൺ കോസ്റ്റിൻ്റെ ഇതിലാണ് വരുന്നത്. പക്ഷേ കൊങ്കൺ കോസ്റ്റിൽ ഇവരെല്ലാവരും കഴിക്കുന്നത് കൂടുതലും തേങ്ങ അരച്ച കറികളും അങ്ങനത്തെ രസകരമായ കുക്കിംഗ് എല്ലാം കാണാൻ പറ്റും. അതുകൊണ്ട് കേരളം മുതൽ ഗോവ വരെ ഈ കൊങ്കൺ കോസ്റ്റ് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നു. അവിടെ തേങ്ങ അരച്ച് മീൻകറി വെക്കുന്നതിൻ്റെ ആ ഒരു സ്റ്റൈൽ അത് മാംഗ്ലൂരിലുമുണ്ട്. ആ ഒരു സ്റ്റൈലുള്ള കുക്കിങ്ങാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാംഗ്ലൂരിയൻ ഫിഷ് കറി, അതിൻ്റെ കൂടെ മാംഗ്ലൂരിന് തന്നെ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കർണാടകയിൽ തന്നെ നമുക്ക് നീർദോശ നമുക്ക് കൂടുതലായിട്ട് കാണുന്നത് കർണാടകയിലാണ്. ആ ഒരു സ്റ്റൈലിൽ നിന്ന് കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഐശ്വര്യമായിട്ട് ഒഴിക്കട്ടെ. ശരി, അപ്പം ഇതാവുന്നത് വരെ തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും വീണ്ടും വീണ്ടും, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, മാനത്തെ ശൃംഗാരത്തോപ്പിൽ ഒരു ജാലിപ്പൂവൻ പഴത്തോട്ടം, കാലത്തും വൈകിട്ടും പൂമ്പാളത്തേനുണ്ണാനാ വാഴത്തോപ്പിൽ നീയും പോരുന്നു, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി. മെല്ലെ 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 അത് ഇതായി. അല്ല മെല്ലെ മെല്ലെ ദോശയെടുത്ത് പറഞ്ഞതാ. മെല്ലെ 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 മെല്ലെ. അപ്പോൾ പച്ചമണം മാറി വരുന്നുണ്ട്. പച്ചമണം മാറി സവാള വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മീനും പുളിയും ചേർക്കാം. എന്നിട്ട് അവസാനം ഉപ്പുണ്ടോ എന്നുള്ളത് ജസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് മീൻ കുക്കായി കഴിയുമ്പോഴാണ്. നമ്മളിപ്പോൾ ആദ്യം ഒരു കണക്കിന് നമ്മൾ ഉപ്പിട്ടിട്ടുള്ളത് അത് മീനും കുറേയൊക്കെ വലിച്ചെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പതുക്കെ ഇതിലേക്ക് മീൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. മീൻ കുക്ക് ചെയ്യാനുള്ള സമയം നമുക്ക് കൊടുക്കണം. അപ്പോൾ മീൻ നമ്മൾ പതുക്കെ ഇടുകയാണ്. അപ്പം മീന് കുക്കാവാനുള്ള സ്ഥലം. മീന് വേദന എടുക്കരുത്, മീൻ ഉടഞ്ഞു പോകരുത്, അതിനെ തേജോവധം ചെയ്യരുത്. ഇതൊന്നും എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതിനൊക്കെ അടിച്ച് മുറിച്ച്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മൾ പുളി ആഡ് ചെയ്യുന്നത് കുക്ക് ചെയ്യാൻ. നിങ്ങൾ മനസ്സിലാക്കണ ഒരു കാര്യം, മീൻ കഴിക്കാത്തൊരു വ്യക്തിയാണ് ഈ മീൻ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അല്ല നല്ല രസമായിട്ടുണ്ടാവും. അല്ല ഞാൻ രസമായിട്ടുണ്ട്. ഇത് എനിക്ക് ഒരു പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ നല്ല മണവും രുചി ഇതിനകത്താണെന്ന് തോന്നുന്നുണ്ട്. അന്ന് വെച്ചപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. അന്ന് ഇതിന് കുറച്ച് വെറൈറ്റി ആയിട്ട് വെച്ചു. മീന് വേദനിക്കാതെ അതെ. ഒന്ന് അടിയിളക്ക് ഇളക്കട്ടെ. വണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ പറ്റില്ല. അത്
ഇളക്കട്ടെ ഒന്നടി. അപ്പോൾ പുളിയും ഉപ്പും എല്ലാം പാകം ഇപ്പം നോക്കാം. ഉപ്പിടും. ഇനിയും വേണം. അങ്ങനെ മാംഗ്ലൂർ ഫിഷ് കറി കഴിയാറായി. അപ്പോൾ നീർദോശയും നീർദോശയും മാംഗ്ലൂരിയൻ ഫിഷ് കറി. മാംഗ്ലൂരിയൻ ഫിഷ് കറിയും കാരണം ഇതിന്റെ ശരിക്കുള്ള പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ എന്നെ കളിയാക്കും. ഇതിന്റെ പേര് ഫിഷ് പുളിമുഞ്ചി എന്നാണ്. അനിയപ്പോൾ അതെങ്ങനെ പറയുന്നു? അയ്യോ അതൊന്നും വായിൽ വരത്തില്ല. പുളിമിഞ്ചി എന്ന് പറയാൻ വായിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നാക്ക് പിടിച്ചാൽ ശരി. അതന്നെ അല്ല, അതിന് നാക്ക് പിടിച്ചാൽ പോരെ? മതി. ഞാൻ പോലും പറയുന്നുണ്ടല്ലോ. പിന്നെന്താ നിഷ്പ്രയാസം പറയാൻ പറ്റും. എന്താണ് ഫിഷ് പുളിമിഞ്ചി? ഫിഷ് പുളി മിഞ്ചി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇറക്കുന്നതിന് മുന്നേ ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിനെ അടച്ചു വെക്കും. അപ്പോൾ ഇതാ നമ്മുടെ അതിന്റെ ഫ്ലേവർ ദോശയും റെഡി ആയിട്ടുണ്ട്. പിന്നെന്താ ഇത് നമുക്കൊരു സെർവ് ചെയ്യാം അല്ലേ? നമുക്ക് ഇന്നത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് കാണാം. മാംഗ്ലൂരിയൻ ഫിഷ് കറി ഫിനിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കടുക് വറുക്കുകയും കറിവേപ്പില ഇടുകയൊക്കെ ചെയ്യുന്നത്. ഇത് കറിവേപ്പിലയും അങ്ങനത്തെ ഒന്നുമല്ല. ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം കുക്ക് ചെയ്ത് തിളച്ചെല്ലാം റെഡിയായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക, തീ ഓഫ് ചെയ്യുക, അടച്ചു വയ്ക്കുക. അതോടുകൂടി കറീൻ്റെ ഫ്ലേവർ ഇങ്ങനെ മാറും. അതാണ് അവരുടെ കുക്കിംഗ് സ്റ്റൈലിൻ്റെ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഇതാ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ആദ്യം പറഞ്ഞു ഇത് നമ്മൾ മല്ലി ഒരു ചോക്ക വറുത്തിട്ടൊന്നുമില്ല, തേങ്ങയും വറുത്തിട്ടില്ല, പച്ചയാണ് അരച്ചത്. അപ്പം നമ്മളിവിടെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് പറഞ്ഞില്ല. അപ്പം നമ്മൾ മുളകിട്ട കറിയിലൊക്കെ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ നനക്കും മീൻ കറിയിൽ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മാംഗ്ലൂരിയൻ ഫിഷ് പുളിമിഞ്ചി, ആ സംഭവം ഫിഷ് പുളിമിഞ്ചി അല്ലെങ്കിൽ മാംഗ്ലൂരിയൻ ഫിഷ് കറി, അതിൻ്റെ കൂടെ നീർദോശ ഇസ് റെഡി ടു സെർവ്. അപ്പോൾ ഇതാണ് ദ റൈറ്റ് കോമ്പിനേഷൻ, മീൻകറിയും നീർദോശയും. മാംഗ്ലൂരിയൻ ഫിഷ് പുളി മിഞ്ചി. കിട്ടി. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrutaveni KSFE, Bima Jewelers, Pankaja Kasturi Ortho Herb and Kerala Bank. Nice. അപ്പോൾ മാംഗ്ലൂരിയൻ അല്ലേ, മംഗലാപുരവും നമ്മളും തമ്മിൽ ഭയങ്കര ബന്ധമായി ആഹാര ഫുഡ് കൾച്ചറിൽ. അവരും ഫിഷ് ലവേഴ്സാണ്. അത് മാത്രവുമല്ല തേങ്ങ അരച്ചാണ് അവർ കൂടുതലും നമ്മളെപ്പോലെ തന്നെ കറികൾ വെക്കുന്നത്. ഈ കറിയുടെ പ്രത്യേകത എന്താണ്? പൊതുവെ കേരളത്തിലുള്ള മീൻകറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കറിവേപ്പിലയായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവും. കറിവേപ്പിലയും അങ്ങനത്തെ അഡിറ്റീവ്സ് എല്ലാം ഉണ്ടാവും. മാംഗ്ലൂരിയൻ ഫിഷ് കറി എന്ന് പറയുമ്പം അത് ത്രൂ ഔട്ട് ദി കൊങ്കൺ കോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന തേങ്ങ അരച്ചിട്ടുള്ള കറിയായിരിക്കും. അതിൽ റെഡ് ചില്ലി കൂടുതലല്ലാതെ രീതിയിൽ, അതായത് റെഡ് ചില്ലി ഹോൾ ചില്ലി യൂസ് ചെയ്തിട്ടുള്ളതും അതിൻ്റെ കൂടെ കറിവേപ്പില ഇല്ലാതെ കോക്കനട്ട് ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ളത് വേറൊരു ടൈപ്പ് ഓഫ് ഫ്ലേവറാണ്. അത് കേരളത്തിലെ ഫ്ലേവറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് തന്നെയുണ്ട്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് മാംഗ്ലൂർ തൊട്ട് ഗോവ വരെയുള്ള ആ ഫുൾ റീജിയനിൽ കൊങ്കൺ കോസ്റ്റിൽ നമുക്ക് കിട്ടുന്ന ഫിഷ് കറീസിൻ്റെ ഒരു വെറൈറ്റിയാണ് മാംഗ്ലൂരിയൻ ഫിഷ് കറി. കാരണം ഇത് ഓരോ സ്ഥലം പോകും തോറും, ഇപ്പോൾ ഗോവയുടെ സൈഡിലൂടെ പോയി കഴിയുമ്പം അവിടെ കാഷ്യൂ വരെ അരച്ച് ചേർക്കുന്ന സാക്കുട്ടി പോലത്തെ ഡിഷസാണ് കൂടുതലായിട്ട് ഫേവറേറ്റ് ആവുന്നത്. അപ്പോൾ ഈ എൻഡിൽ നമുക്ക് മാംഗ്ലൂരിയൻ ആയതുകൊണ്ട് ഇത് മംഗലാപുരം. ലാസ്റ്റ് ടൈം എപ്പോഴാണ് ദിവ്യ ട്രൈ ചെയ്തത് മാംഗ്ലൂരിയൻ ഫിഷ് കറി? ഞാൻ വീട്ടിൽ വെച്ച് വെക്കുന്നുണ്ട് ഈ സാധനം. ഫേവറേറ്റ് ആണോ? എന്താണ് ദിവ്യക്ക് ഈ കറിയോട് ഇത്രയും ഇഷ്ടം തോന്നാൻ കാരണം? അല്ല, ഇത് കാരണം കേരളത്തിലെ മീൻകറികളെ വെല്ലാൻ മീൻകറികളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, നമ്മൾ വെക്കുന്നതിനെക്കാട്ടും കൂടുതൽ വ്യത്യാസം ഇതിനകത്ത് കണ്ടു. കാരണം നമ്മൾ മല്ലി പൊടിയല്ലേ വറുത്ത് അരക്കുക, തേങ്ങ വറുത്തരക്കും. ഇതിൽ പച്ചത്തേങ്ങ അരച്ചു, മുഴുവൻ മല്ലിയാണ് അത് വറുത്തത്. പിന്നെ പൊതുവെ അവരുടെ മല്ലി ഒരു പോയിന്റ് ഫ്രണ്ടിലോട്ട് നിൽക്കും. അതെ. പിന്നെ മുളക് നമ്മൾ പൊടി യൂസ് ചെയ്യും. പക്ഷെ ഇത് വറ്റൽ മുളക് വാട്ടിയിട്ട് അതും കൂടി അരച്ചിട്ടാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ മുളകും മല്ലിയും അനത്തിയിട്ടാണോ അരച്ചത്? ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മുളക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നമ്മുടെ ഇവിടെയും മുളകും മല്ലി അനത്തിയാണ് പണ്ട് പണ്ട് ചെയ്യും. ഇപ്പം മാറി.
നമ്മൾ നല്ലോണം അതുകൊണ്ടാണ് ഞാൻ മൂപ്പിക്കൂലേ, ചോദിക്കാൻ കാര്യം. മല്ലി നമ്മൾ നല്ലോണം വറക്കൂല, പക്ഷെ ഇതങ്ങനെ ചെയ്തിട്ടില്ല, അതാണ് വ്യത്യാസം. പക്ഷെ മാത്രമല്ല ഈ മംഗലാപുരത്തിന്റെ ടേസ്റ്റ് ഒരു പക്ഷേ കുറച്ചുകൂടി കാസർഗോഡ് കിടക്കുന്ന കാസർഗോഡ് കണ്ണൂർ സൈഡിലേക്ക് അല്ലേ? കാസർഗോഡാണ് ദിവ്യയുടെ നാട്. കണ്ണൂര് കണ്ണൂര് കണ്ണൂരിൽ പോകണം, പയ്യന്നൂര് ആ പക്ഷെ ഏരിയ. ദിവ്യ ആദ്യമായിട്ട് കഴിച്ചത് പാവപ്പെട്ട നമ്മൾ ക്രിസ് കുക്ക് ചെയ്തതിനു ശേഷമാണ്. ഒരു കാര്യമുണ്ട്, ക്രിസ് ടേസ്റ്റ് ചെയ്യാറില്ല. ഇല്ല, അല്ല ടേസ്റ്റ് അല്ല, കൂടുതലും ഞാൻ കുക്ക് ചെയ്യുന്നത് സ്മെല്ല് വെച്ചിട്ടാണ്. ടേസ്റ്റിനേക്കാളും കൂടുതൽ സ്മെൽ. ഇപ്പോൾ എല്ലാ കുക്കിംഗ് നോക്കിയാലും ടേസ്റ്റ് ചെയ്യാൻ ഞാൻ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ദിവ്യ ടേസ്റ്റ് ചെയ്യും, ഞാൻ സ്മെല്ല് വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. കാരണം ഉപ്പ് കറക്റ്റായാൽ മാത്രമേ ബാക്കിയുള്ള സ്മെല്ല് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അതാണ് കുക്കിങ്ങിൻ്റെ രീതി. അപ്പോൾ ഉപ്പ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ല് കിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ടേസ്റ്റ് ചെയ്യാതെ കുക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ കഴിക്കും. ഇത് ഞാൻ നോൺ വെജ് കഴിക്കാറില്ല. നമ്മളൊരു ഗാർണിഷിങ്ങിലേക്ക് വരും. നമ്മളിപ്പം ഈ ഡിഷിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പം നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, കേരളത്തിലെ മീൻകറിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാണ്? കരിവേപ്പിലയാണ്. അപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്യുമ്പോൾ പോലും നമ്മൾ മാംഗ്ലൂരിയൻ കറിയിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ആ കറിയുടെ ലാംഗ്വേജിനെ അത് ഡിസ്റ്റർബ് ചെയ്യാണ്. ഒറ്റയ്ക്ക് അവർ രണ്ടുപേരും യാത്ര ചെയ്ത് ഇവർ എന്ത് ചെയ്യാൻ പോവാണെന്ന് പക്ഷെ അങ്ങനെയാണെങ്കിൽ അവർ കറിവേപ്പില പാടത്ത് പോയിട്ട് അവർ കറിവേപ്പില പോണവളെ അല്ലേ? ശരിയല്ലേ? ശരി. ഒരു ഭംഗിക്ക് അല്ലേ? അല്ല, അതിലിപ്പോ കറിയിലിപ്പോ ചെറിയ ഉള്ളിയും ഇല്ല, വെണ്ടയ്ക്കയും ഇല്ല, ക്യാരറ്റും ഇല്ല. അപ്പൊ ഇതൊന്നും ഇല്ലാത്തവരാണ് ബോട്ടിൽ. അതിൻ്റെ അല്ല, നമ്മൾ എടുത്ത് പറയുകയാണ് ഒരു കറിയെ. വീണ്ടും ഞാൻ പറഞ്ഞു, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളൊരു ദേശത്തിനെ നമ്മൾ ഒരുപാട് റെസ്പെക്ട് ചെയ്തിട്ട് വേറൊരു ദേശത്തിനെ പറ്റി നമ്മൾ എടുത്തു പറയുമ്പോൾ നമ്മൾ പറയുകയാണ് നമ്മളത് ഉപയോഗിക്കില്ല. എന്നിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്ത് വരാൻ നേരത്ത് നമ്മൾ മുണ്ടിൻ്റെ കൂടെ ടൈ ഇട്ടുകൊണ്ട് വരുന്ന കണക്കിരിക്കും. ശരിയല്ലേ? ദോശ നീർദോശ. ദോശ ദിവ്യ ചേച്ചിയുടെ നീർദോശയുടെ സ്റ്റോറി ഒന്ന് കേൾക്കാം ആഗ്രഹമുണ്ട്. അതിനകത്ത് പച്ചരി, എനിക്ക് കിട്ടിയ പച്ചരി നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന പച്ചരി അല്ല, അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. എന്തായാലും പച്ചരി യൂസ് ചെയ്യും, തേങ്ങ, ചോറ്, സവാള, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്. അപ്പം പച്ചരിൻ്റെ ചെറിയൊരു വ്യത്യാസം അതിനകത്ത് ഉണ്ട്. അതിന്റെ സ്റ്റിക്കിനെസ്സിലെ വ്യത്യാസം. ഫിഷിൻ്റെ ഐറ്റം ആയതുകൊണ്ട് നമുക്ക് ഇതിനെ വലിയ പ്രയോറിറ്റി ഇല്ല. ബട്ട് ദെൻ അഗൈൻ മംഗലാപുരത്തിൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. അവിടെ 2-3 തരത്തിൽ ഞാൻ നീർദോശയിൽ ഏറ്റവും എനിക്ക് അതിശയമായിട്ട് തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞാൽ, ഒരു തുണി ഈ നീർദോശ മാവിൽ മുക്കിയിട്ട് ഒരു പോട്ടിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ചുമ്മാ എഴുതും, എന്നിട്ട് അതിങ്ങനെ അങ്ങനെ തന്നെ ഉരിച്ചെടുക്കും. അത് വളരെ തിന്ന് പറഞ്ഞാൽ പേപ്പർ തിന്നായിട്ട്. അപ്പോൾ അത് നീർദോശ അവരുടെ വെറൈറ്റിയാണ്. നിങ്ങൾക്ക് വേണ്ടി ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡിഷിന് ടേസ്റ്റ് ഉണ്ട്, അത് അപ്രിഷ്യേറ്റ് ഉണ്ട് കാര്യമാണ്. പക്ഷേ നിങ്ങൾ മാംഗ്ലൂരിയൻ ഫിഷ് കറിയോടുകൂടി ഇതിനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനെ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പോയിന്റ് താഴെ നിൽക്കുകയാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങൾ മല്ലി യൂസ് ചെയ്തിട്ടും എനിക്ക് ആ ഒരു പോയിന്റ് മല്ലി മുമ്പോട്ട് വരണം. അതൊരു പോയിന്റ് ബാക്കിലോട്ട് നിൽക്കുക. ഇതിപ്പം നമ്മളെ മീൻകറിയായിട്ട് ഇടിക്കുന്നുണ്ട് അല്ലേ? നോർമൽ മീൻകറി കഴിക്കുന്ന ഇടിക്കണം. മാംഗ്ലൂരിയൻ കറിക്ക് ഒരു നോട്ടുണ്ട്, ആ നോട്ട് മാത്രമേ അതിനകത്ത് മിസ്സായിരിക്കും. ബാക്കി കറി ഈസ് നൈസ്, ഇറ്റ് ഈസ് ഡെലീഷ്യസ്. നീർദോശ നന്നായിട്ടുണ്ട്. പക്ഷേ മാംഗ്ലൂരിയൻ ഫിഷ് കറിയോടുകൂടി ഒരു പോയിന്റ് കൂടെ മേളിലോട്ട് നിന്നിരുന്നെങ്കിൽ അത് മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇനി ദാ പാചകം ചെയ്ത് 2 പേരും എത്തിക്കഴിഞ്ഞു. 2 ടീം എത്തിയിട്ടുണ്ട്. ഇനി 2 ടീമുകളുടെ ഉണ്ട് നമുക്ക്. പക്ഷെ അതിനിപ്പോ സമയമില്ല, നമുക്ക് നാളെ യാത്ര പറഞ്ഞു പോകാം അല്ലേ? അപ്പോൾ വളരെ സന്തോഷത്തോടെ ഇന്ന് നമ്മൾ യാത്ര പറയുകയാണ്. നാളെ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ. ചാച്ച. ക്രോക്കറി പാർട്ട്ണർ
Minolta, easy and healthy cooking. Anish Ravi costume sponsored by Dhanya Furniture.